ഞങ്ങളുടെ പാപങ്ങളാൽ സൃഷ്ടിയെ ഒന്നടങ്കം നശിപ്പിക്കത്തക്കവണ്ണം സംഭവിച്ചതായ ജലപ്രളയത്തിൽ നിന്ന് ഭൂമിക്ക് നീ സമാധാനം നൽകി. നിന്റെ സമാധാനം ചെങ്കടലിനുള്ളിൽ വഴിയുണ്ടാക്കി അതിന്റെ ഓളകൾക്കിടയിൽ കൂടി നടക്കുവാൻ തക്കവണ്ണം ഇസ്രായേലിന്റെ കാലടികളെ നിന്റെ സമാധാനം നയിച്ചു. വൃക്ഷങ്ങളുടെ ഇടയിൽ വെച്ച് ഹവ്വായെ സർപ്പം ചൂളമിട്ട് വിളിച്ചത് മൂലമുണ്ടായ ചണ്ടയ്ക്ക് നിന്റെ സമാധാനം പരിഹാരം ഉണ്ടാക്കി. ഗബ്രിയേൽ വഴിയായുള്ള നിന്റെ സമാധാനം മനുഷ്യവർഗത്തിൽ നിന്ന് നെടുവീർപ്പുകൾ മൂലം സംഭരിക്കപ്പെട്ടിരുന്ന ശാപത്തെ നീക്കിക്കളഞ്ഞു. ശിഷ്യന്മാർക്കെതിരെ ഉയർന്നതായ സമുദ്രക്ഷോഭം നിന്റെ ദിവ്യ സമാധാനം മൂലം ശാന്തമാക്കപ്പെട്ടു. നിന്റെ സമാധാനം അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഭീതിയെ അകറ്റിക്കളഞ്ഞു. നിന്റെ സമാധാനം രക്ഷാകരമായ നിന്റെ പുനരുദ്ധാനത്തെ കുറിച്ചുള്ള അവരുടെ വിചാരങ്ങളെ ഉറപ്പിച്ചു. നിന്റെ സമാധാനം അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് സകല സംശയത്തെ ബഹിഷ്കരിച്ചു. മാളികയിൽ വെച്ചുണ്ടായ അവരുടെ ദുഃഖത്തെ നിന്റെ സമാധാനം നീക്കിക്കളഞ്ഞു. നിന്റെ സമാധാനം അവരുടെ പലായനത്തെ ഏകസംഘമായി സമ്മേളിപ്പിച്ചു. നിന്റെ സമാധാനം ഉള്ളവിടങ്ങളിൽ നിന്ന് അവരെ വിളിക്ക് വരുത്തി. നിന്റെ സമാധാനം സുവിശേഷത്തെ കുറിച്ച് അവർക്ക് ധൈര്യം നൽകി. വൃക്ഷത്തെ കാവൽ ചെയ്യുന്നതിനായി ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരുന്ന അഗ്നിഖഡ്ഗത്തെ നിന്റെ സമാധാനം അഴിച്ചു കളഞ്ഞു. വിഗ്രഹങ്ങളുടെ മുമ്പിൽ ബലിയും വധവും നടത്തിയിരുന്ന വാളിനെ നിന്റെ സമാധാനം മനുഷ്യവർഗത്തിന്റെ മുഖത്ത് നിന്ന് കണ്ണീർ തുടച്ചു കളഞ്ഞു. നിന്റെ സമാധാനം ഭൂതലത്തെ ഒന്നാകെ സന്തോഷം സമ്പൂർണ്ണമാക്കി. ഉന്നതത്തെയും ആഴത്തെയും അറിയുന്ന സകലത്തെയും നിരപ്പാക്കിയ പിതാവിന്റെ സമാധാനമായ കർത്താവേ, നിന്റെ പുനരുദ്ധാനത്തിന്റെ വിശുദ്ധ ദിനത്തിൽ വിശുദ്ധാത്മാവിന്റെ തെളിവോടുകൂടി പരിശുദ്ധ ചുംബനം മൂലം അന്യോന്യമാലിന്യം ചെയ്യ മാറ്റങ്ങൾക്ക് ആക്രമണം വേണമേ. അതുമൂലം ദുർവികാര ഭരണമില്ലാത്ത ആത്മീയത്വത്താൽ ഞങ്ങൾ നിന്നോട് പരസ്പരം ബന്ധപ്പെടുമാറാകണമേ. നീ മൂലം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യപ്പെട്ട നിരപ്പും സമാധാനം കൊണ്ട് ഞങ്ങൾ നിറയുമാറാകണമേ. നിന്റെ ദിവ്യ സമാധാനത്താൽ വിശുദ്ധ ചുംബനം മൂലം വിശുദ്ധ സഭാ സന്താനങ്ങളുടെ ആത്മാക്കൾ ആത്മീയ സ്നേഹം കൊണ്ട് ലഭിക്കണമേ. നിന്റെ സമാധാനം മൂലം ഞങ്ങൾ പരസ്പരവും നിന്നിലും അവിഭാജ്യമായ ഐക്യത്തിൽ ബന്ധിക്കപ്പെടണമേ. സർവകപട തന്ത്രങ്ങളിൽ നിന്നും വേദോപരീതങ്ങളിൽ നിന്നും നിന്റെ സമാധാനം മൂലം വിശുദ്ധ സഭയെ ശാന്തമാക്കണമേ. നിന്റെ സമാധാനം വാദപ്രതിവാദം മൂലം സഭയോട് ശണ്ടപ്പെടുന്ന പ്രതികൂലികളെ ബഹിഷ്കരിക്കണമേ. നിന്റെ സമാധാന നിർവ്യാജങ്ങളും ദൈവികങ്ങളുമായ വാഗ്ദാനങ്ങളെ അതിനുവേണ്ടി സംരക്ഷിക്കണമേ. നിന്റെ സമാധാനത്തിന്റെ ആശ്രിതന്മാരെ കൊണ്ട് അതിന്റെ കോട്ടകളെ നിറയ്ക്കണമേ. നിന്റെ സമാധാനം അതിനുവേണ്ടി കഷ്ടപ്പെട്ട് അതിനെ വളർന്നു നേടിയന്മാർ മൂലം അതിന്റെ കൊമ്പിനെ ശ്രേഷ്ഠമാക്കണമേ. നിന്റെ സമാധാനത്തിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്ന ആചാര്യന്മാരുടെയും ശമാശന്മാരുടെയും അണികളാൽ അതിലേക്ക് ഞങ്ങളെ അലങ്കരിക്കണമേ. നിന്റെ സമാധാനം ആത്മീയമായ ഐക്യത്തിൽ അതിന്റെ പ്രജകളെ ബന്ധിക്കുമാറാകണമേ. നിന്റെ സമാധാനം ദുർവികാര ബന്ധമില്ലാത്ത സ്നേഹത്താൽ പ്രേമത്താൽ അവരെ ശ്രേഷ്ഠരാക്കണമേ. നിന്റെ സമാധാനം ആത്മീയ സ്നേഹം കൊണ്ടവരെ പ്രശോഭിപ്പിക്കണമേ. നിന്റെ സമാധാനം സത്യവിശ്വാസത്താൽ അവരെ പൂർത്തീകരിക്കണമേ. നിന്റെ സമാധാനം സദാചാരങ്ങൾ മൂലം അവരെ ശ്രേഷ്ഠരാക്കണമേ. നിന്റെ സമാധാനം അവരെ വീരാത്മോധരിപ്പിക്കണമേ. നിന്റെ സമാധാനം ശാന്തതയും ദൈവം കൊണ്ട് അവരെ നിറയ്ക്കണമേ. നിന്റെ സമാധാനം അവരെ നിന്റെ ജീവപ്രദമായ കൽപ്പനകൾ അനുഷ്ഠിക്കുന്നവരാക്കി തീർക്കണമേ. നിന്റെ സമാധാനം സകല വിദ്വേഷത്തിൽ നിന്നും വഞ്ചനയിൽ നിന്നും അവരെ നിർമ്മലീകരിക്കണമേ. നിന്റെ സമാധാനം എല്ലാവരുടെ മുഖസ്തുതിയിൽ അവരെ സ്വതന്ത്രരാക്കണമേ. നിന്റെ സമാധാനം അവരിൽ നിന്ന് ശത്രുതയും വിദ്വേഷവും മായ്ച്ചു കളയുകയും തർക്കവും കലഹവും ദൂരീകരിക്കുകയും ചെയ്യണമേ. നിന്റെ സമാധാനം അവരിൽ നിന്ന് കലഹങ്ങളും കോപവും ശമിപ്പിക്കുകയും ഭിന്നതകളും ഛിദ്രങ്ങളും പരിഹരിക്കുകയും ചെയ്യണമേ. നിന്റെ സമാധാനം അവരിൽ നിന്ന് യുദ്ധങ്ങളും കലഹങ്ങളും അകറ്റിക്കളയണമേ. നിന്റെ സമാധാനം സ്നേഹവും ദയവും കൊണ്ടവരെ നിറയ്ക്കണമേ. സമാധാന സ്ഥിരതയാലും സുഹൃത്തുക്കളാകുന്ന മധുരഫലങ്ങളുടെ പൂർണ്ണതയാലും അവരെ അലങ്കരിച്ച് നിനക്ക് നിർമ്മലമായ വിശുദ്ധാലയങ്ങളായി തീരുവാൻ അവർക്ക് യോഗ്യത നൽകണമേ. നിന്റെ ദൈവത്താൽ സ്ഥിരവാസം ചെയ്യുവാനാകണമേ. നിന്റെ ദൈവിക നൽവരങ്ങളാൽ അവർ ശോഭിച്ച് വിളങ്ങുകയും വെളുക്കുമുള്ള ഹൃദയത്താലും നിർമ്മല മനസ്സാക്ഷിയാലും ജ്വലിക്കുകയും പാവന വിചാരങ്ങളാലും മാനസിക ശോഭയാലും പ്രകാശിക്കുകയും
വെടുപ്പോടും വിശുദ്ധിയോടും കൂടി പരസ്പരം ആലിംഗനം ചെയ്യുകയും വിശുദ്ധാത്മാലിംഗനത്താൽ ബന്ധിതരാകുകയും വിശുദ്ധാത്മചുംബനത്താൽ അന്യോന്യം യോജിപ്പിക്കപ്പെടുകയും അശരീരികളായ ഇറന്മാരെ പോലെ അന്യോന്യം സംയോജിപ്പിക്കപ്പെടുകയും ചെയ്യുമാറാകണമേ. അന്യജാതികൾ ഇവരുടെ ഇടയിൽ ഇവരുടെ പ്രവൃത്തികൾ കണ്ടിട്ട് ഇവർ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സന്താനങ്ങളും അനശ്വര സന്തോഷങ്ങളും സ്ഥായിയായ ആനന്ദമുള്ള സ്വർഗീയത്തിലേക്ക് അർഹതയുള്ളവരുമാകുന്നുവെന്ന് സംബന്ധിച്ച് പറയാനിടയാക്കണമേ. സത്യവിശ്വാസപൂർവ്വം നിന്റെ അടുക്കിലേക്ക് യാത്രയായിരിക്കുന്ന പരേതരെ ഭാഗ്യകരമായ ഭവനങ്ങളെ ആശ്വസിപ്പിച്ചുകൊള്ളണമേ. ഞങ്ങളും അവരും നിനക്കും വാഴ്ത്തപ്പെട്ടവനും ഭാഗ്യവാനും ഞങ്ങളെ രക്ഷയപ്പെടുത്തിയതിനെ കൽപ്പിച്ചേക്കുവാൻ നിന്റെ പിതാവിനും ജീവനുള്ള നിന്റെ വിശുദ്ധ സഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തോത്രം കരേറ്റുമാറാകണമേ. ഓശോ വബുകുല സുബ്ഹാനല്ലാഹ്. ദൈവത്തിന്റെ പരിഹാരം പാപങ്ങൾക്ക് മോചനം രണ്ട് ലോകങ്ങളിലും നയിക്കുന്ന കൈക്കൊള്ളുമാറാകട്ടെ. സഭയിൽ ഞാനെന്നും
അഭിമായി പാർക്കുമോ. അതുകൊണ്ടും ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ. എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. ദൈവം നിങ്ങളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. നിർമ്മതനായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പിൻ. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുമായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലം എന്നേക്കും അവനുള്ളത്. ആമീൻ. നിങ്ങളെ പ്രബോധിപ്പിച്ചും നിങ്ങൾ ഈ നിൽക്കുന്നത് ദൈവത്തിന്റെ സത്യകൃപയിലാകുന്നു എന്ന് സാക്ഷീകരിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിശ്വസ്ത സഹോദരൻ എന്ന് നിരൂപിക്കുന്ന സില്ലാനോസ് മുഖാന്തരം ചുരുക്കത്തിൽ എഴുതിയിരിക്കുന്നു. നിങ്ങളുടെ സഹോദരനായ ബാബിലോണിലെ സഭയും എനിക്ക് മകനായ മർക്കോസും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. സ്നേഹചുംബനത്താൽ തമ്മിൽ വന്ദനം ചെയ്യുവിൻ. അഭിമായി പാർക്കുമോ. But to be carnally minded is death, but to be spiritually minded is life and peace. Because the carnal mind is enmity against God, for it is not subject to the law of God, nor indeed can be. So then those who are in the flesh cannot please God. But you are not in the flesh, but in the Spirit. If indeed the Spirit of God dwells in you, now if anyone does not have the Spirit of Christ, he is not his. And if Christ is in you, the body is dead because of sin, but the Spirit is life because of righteousness. Ahai Barko. Alleluia. Hallelujah.
നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും രക്ഷിതാവുമായ യേശുമിശിഹാ തമ്പുരാന്റെ പുനരുത്ഥാന നാളുകളിൽ ഇവ ഇപ്രകാരം സംഭവിച്ചു. അന്യോന്യം സ്നേഹിപ്പിക്കുന്നൊരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ച പ്രകാരം തന്നെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. പരസ്പര സ്നേഹം നിങ്ങളുണ്ടായിരിക്കുമെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകുന്നുവെന്ന് എല്ലാവരും അറിയും. ഞാൻ നിങ്ങൾക്കായി സമാധാനത്തെ വിട്ടിരിക്കുന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങൾക്ക് തരുന്നത് ലോകം നൽകുന്നത് പോലെയല്ല. നിങ്ങളുടെ ഹൃദയം ചലിക്കരുത്, ഭയപ്പെടുകയും അരുത്. എന്റെ സന്തോഷം നിങ്ങളിലിരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനുമായിട്ട് ഞാൻ ഇതുകളെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്നുള്ളതാകുന്നു എന്റെ കൽപ്പന. ഒരുവൻ തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലുതായിട്ടുള്ള സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നതെല്ലാം നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാരായിരിക്കും. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുന്നില്ല. എന്തെന്നാൽ ദാസൻ തന്റെ യജമാനൻ എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് അറിയുന്നില്ല. എന്നാൽ ഞാൻ എന്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാരെന്ന് ഞാൻ വിളിച്ചിരിക്കുന്നു. നിങ്ങൾ പരസ്പരം സ്നേഹിപ്പാനായിട്ട് ഞാൻ ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു. ഈ ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് മുമ്പേ തന്നെ ദ്വേഷിച്ചു കഴിഞ്ഞു എന്ന് അറിഞ്ഞുകൊള്ളുകയും, നിങ്ങൾ ലോകത്തിൻ്റെതായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായിട്ടതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റെതല്ല. എന്തെന്നാൽ ലോകത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു എന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ചരുളി ചെയ്തു. പറയുമോ നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. ഇനിയും സ്ലീബ ആഘോഷമാണ്. ശുഭഹോല ബോലവരോൻ റോഹകാദീശോ തന്റെ മതത്താൽ മേലുള്ളവർക്ക് ശാന്തി നൽകിയ സമാധാനം തന്റെ ബലിസമർപ്പണത്താൽ താഴെയുള്ളവരെ രമ്യമാക്കി നിരപ്പും തന്റെ സ്ലീബായാൽ ജാതി രക്ഷിച്ച രക്ഷിതാവും ഭിന്നിച്ചിരിക്കുന്നവരെ തന്റെ പുനരുത്ഥാനത്താൽ യോജിപ്പിച്ച സ്നേഹവുമായ കർത്താവേ, നിന്റെ പുനരുത്ഥാന ദിവസത്തിൽ ഭൂതലത്തിലെ നരകത്തെ ശമിപ്പിക്കണമേ. എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്നും നിന്റെ സ്ലീബായാൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും വിശുദ്ധ റൂഹായെയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തോത്രം ചെയ്യുമാറാകണമേ. ഹോശോ വബകുല സുബാൻ ലവൽമീൻ. നാഥ കരുണാസാഗരമേ, പുനരുത്ഥാന പെരുനാളിൽ വിമാനത്തിനു യോഗ്യമതാ വചനങ്ങളെ ഞാൻ പാടിയിടും. നിൻ സേവായാൽ രക്ഷിതരാ പുറജാതികളിൽ പെരുനാളിൽ സ്തുതിയാൽ നിന്നെ കീർത്തിക്കും. ഞങ്ങളും ആർത്തിച്ചോരുന്നു. ഞങ്ങളുടെ നിന്റെ പുനരുത്ഥാനത്തിൽ ഞങ്ങൾ സന്തോഷിച്ച് ആഹ്ലാദിച്ച് ആനന്ദിക്കുന്നു. നിന്റെ നിരപ്പും സമാധാനവും ഞങ്ങളിൽ വാഴണമേ. നിന്റെ സ്നേഹവും പ്രീതിയും ഞങ്ങളിൽ വസിപ്പിക്കണമേ. നിന്റെ സ്ലീബായെ വന്ദിക്കുവാനും
നിന്റെ പുനരുദ്ധാനത്തെ ഏറ്റുപറയുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളെയും ഞങ്ങളുടെ മരിച്ചുപോയരെയും നിന്റെ രാജ്യത്തിൽ ആനന്ദിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവ് നിത്യദൈവമേ, നിന്റെ കർത്തൃത്വത്തെ ഞങ്ങൾ സ്തുതിക്കുമാറാകണമേ. മോറൻ ഉദ്ധാനത്തിൻ പരമാർത്ഥം നിന്റെ പുനരുദ്ധാനത്തിൽ സദൃശരായി തീരുവാനും നിന്റെ ഉയർപ്പിൽ വിശ്വസിക്കുവാനും നിന്റെ എവങ്കേലിയനിലെ കൽപ്പനകളെ ആദരിക്കുവാനും നിന്റെ ഇഷ്ടം പ്രവർത്തിക്കുവാനും നിന്റെ ന്യായപ്രമാണം അനുഷ്ഠിക്കുവാനും നിന്നെ സ്നേഹിച്ചവരായ നീതിമാന്മാരുടെയും പുണ്യവന്മാരുടെയും പ്രാർത്ഥനകൾ അഭയം പ്രാപിച്ച് സഹായം ലഭിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. അവരുടെ അപേക്ഷ മൂലം ഞങ്ങൾക്ക് ഞങ്ങളുടെ പരേവർക്കും പാപപരിഹാരം നൽകണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധമായി ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തോത്രം ചെയ്യുമാറാകണമേ. ഓശോ വകുല സുബാൻ കർത്താവേ നിൻ ജനതടിമേ ഈ ദിവസത്തെ സ്വർഗീയ സൈന്യങ്ങളോട് ഒരുമിച്ച് പോഴ്ത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആനന്ദപൂർവ്വം നിന്റെ പെരുന്നാളുകൾ കൊണ്ടാടി നിന്നിൽ നിന്ന് നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാനും ഞങ്ങളെ അർഹരാക്കണമേ. നിന്റെ വിശുദ്ധ സ്ലീബായാലും വിശുദ്ധന്മാരിൽ വസിച്ചിരിക്കുന്ന നിന്റെ ശക്തിയാലും കോപത്തിന്റെ വടികളും സകല ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും വിശുദ്ധ റൂഹായി ഇപ്പോഴെപ്പോഴും സ്തുതിച്ച് സ്തോത്രം ചെയ്യുമാറാകണമേ. ഓശോ വകുല പ്രാർത്ഥനയോട്
അവസാന ഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി പുനരുദ്ധനെ ഞങ്ങളുടെ മേൽ കൃപ ചെയ്യണമെന്ന് പ്രതിവാക്യമായി ഏറ്റുകൊള്ളുന്നു. സുതരാർത്ഥിക്കുന്നു